എടാ മിഥുനെ, കുറച്ച് കാശൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു വിലയുള്ളൂ. അല്ലാതെ നീ ഇങ്ങനെ വെറുതെ ഓസി നടക്കില്ല. ഇതുപോലെ ഒരുത്തനാണല്ലോ ദൈവമേ നീ എനിക്ക് തന്നത്. ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ജന്മം പാടാമെന്നാണ് തോന്നുന്നത്. ഇതുപോലൊരു സാധനം. ഓ, നാടിനും വീടിനും ഗുണമില്ലാത്ത ഒരുത്തൻ. കാർന്നോമാരെ കണ്ണീര് കുടിപ്പിക്കാനായിട്ട് തന്നെ ഒരു മകനെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഓ പിന്നെ പ്രേമിക്കാൻ പറ്റിയ ഒരാള്. നിനക്ക് എത്ര സപ്ലൈ ഉണ്ടെന്നെങ്കിലും നിനക്കറിയാവോ? കോളേജിൽ ആർക്കെങ്കിലും നിന്നെ ഇഷ്ടമാണോ? കുറെ അലമ്പ് കൂട്ടുകാരല്ലാതെ ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ? ആ കോലം കണ്ടാലും മതി ഇഷ്ടം തോന്നാൻ. പോയി വേറെ ആളെ നോക്കും മോനെ, എന്നെ വിട്ടേക്ക്. സോറി എടാ നിതിനെ, നീ ഇതെങ്ങോട്ടാ? ഞാൻ വന്നില്ല. എല്ലാ പ്രാവശ്യം നീ ഇങ്ങനെയല്ലേ പറയുന്നത്? നീ ഇന്നെങ്കിലും വാ വാ എടാ, പെട്ടെന്ന് വാ. പ്രേമിക്കും തുടങ്ങാറായി, ലേറ്റ് ആവണ്ട. ചേച്ചിക്ക് നല്ല തിരക്കുണ്ട്, എനിക്ക് പോണം. എന്റെ ചേച്ചി എങ്ങോട്ട് എന്തിനെന്നെ വിളിച്ചോണ്ട് പോണേ? ഈ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടാൻ? ജീവിതത്തിൽ ഇതുവരെയായിട്ടും ഒരു നല്ല വാർത്ത ഞാൻ കേട്ടിട്ടില്ല. വീട്ടിൽ നിന്നായാലും ഞാൻ നശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്ത് സാധനം എടുത്താലും അത് തോൽവിയായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ പോയി, അതൊന്നും ശരിയായില്ല. ഒരാളെ പ്രപ്പോസ് ചെയ്തു, അതും റിജക്ഷൻ. എന്തിനാ പ്രാർത്ഥിച്ചിട്ട്? കഴിഞ്ഞോ? ഇനി വാ, നമുക്ക് അടുത്തേക്ക് പോവാം. വേറൊന്നും ചിന്തിക്കണ്ട. ഈ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം. അന്ന് കുറെ നാളുകൾക്ക് ശേഷം ഹൃദയം തുറന്നിരിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടു. അവിടെ കൂടുതൽ സന്തോഷമല്ലായിരുന്നു, അത് ആനന്ദമായിരുന്നു, പ്യുവർനെസ്. അവിടെ നിന്ന് പോകും മുമ്പ് ആ ആനന്ദത്തിൻ്റെ കാരണം ഞാൻ കണ്ടെത്തി. അതായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക്